ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഞങ്ങൾ വയനാടാണുള്ളത്. അപ്പോൾ ഇന്ന് 2 ദിവസത്തെ സ്റ്റേ ആണ് ഇപ്പോൾ ഇവിടെ വയനാട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 ദിവസത്തേക്ക് വന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ വന്നു, ഇന്ന് സാറ്റർഡേ ആണ്. അപ്പം ഇവിടെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അൾട്രാ പാർക്ക് വയനാട്. അപ്പോൾ സ്ഥലപ്പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പോൾ നമ്മളുള്ളത് ബത്തേരിക്ക് അടുത്താണ്. അപ്പോൾ നമുക്ക് കൽപ്പറ്റ അപ്പുറമാണ് ഈ പാർക്കുള്ളത്. അപ്പം പിള്ളേരൊക്കെ ഉണ്ട്, അപ്പോൾ അവരെയും കൊണ്ട് നമുക്ക് അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാ കല്യാണി പ്രിയദർശൻ വരുന്നുണ്ട് ഒരു ഇനാഗുറേഷന്, എസ് ഭാരത് എന്ന് പറയുന്നൊരു ഷോപ്പിൻ്റെ ഇനാഗുറേഷനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ റിലേറ്റ് ചെയ്ത് നമ്മൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നാളെയാണ് ഇനാഗുറേഷൻ, സൺഡേ. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡേ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ. ഇപ്പോൾ നമ്മളൊരു ഉച്ചയൊക്കെ ആകാറായി സമയം. ഈ സമയത്തൊക്കെ ഭയങ്കര വെയിലാണ്. പക്ഷെ നമുക്ക് പിന്നെ പോകാനൊരു സമയം ഇല്ലാത്തത് കൊണ്ട് ഇന്നാൾ വന്നപ്പോഴും നമുക്കങ്ങനെ കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും കൊണ്ടൊന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ആണെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ വെയിലാണെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റിൽ കുറച്ചൊക്കെ ഒരു തണുപ്പും ഞങ്ങളുടെ ഇവിടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഉള്ളതുകൊണ്ട് നമുക്ക് അത്രയ്ക്കൊരു ബുദ്ധിമുട്ടായിട്ട് വെയിലൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പം വെയിലുണ്ടായിരുന്നു, പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു എങ്ങനെയാണ് ഈ വെയിലത്ത് പോയെന്ന്. ഇവിടെയുള്ളവർക്കൊക്കെ ഇത് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമുക്ക് അത്യാവശ്യം തണുപ്പായിട്ട് തന്നെ തോന്നി. നല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടെ. എറണാകുളത്തൊക്കെ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഇവിടെ അത്രയ്ക്ക് ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല. വൈകുന്നേരം ആകുമ്പോൾ പ്രത്യേകിച്ച് ചെറിയൊരു കാറ്റും, രാവിലെ ഉണ്ട് കാറ്റും മഞ്ഞൊക്കെ ആയിട്ട്. അങ്ങോട്ട് നോക്കാമോ? അപ്പോൾ നമുക്ക് അവിടെ എത്താറായിട്ടുണ്ട്. എന്നാലും നമ്മുടെ റിസോർട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ ഇതേ ഈ പോകുന്ന വഴിക്ക് മൊത്തം ഉണ്ട് കാപ്പിയൊക്കെ ഭയങ്കരമായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. പിന്നെ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് എത്താൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും പിള്ളേരൊക്കെ ഉണ്ട്. അപ്പം ഇവരെല്ലാവരെയും കൂടി ഒന്ന് അവിടെ കയറ്റുക, ഗ്ലാസ് ബ്രിഡ്ജിൽ ഒന്ന് കയറുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. സത്യത്തിൽ നമുക്കെല്ലാവർക്കും പേടിയാണ് കയറാനായിട്ട്. അപ്പം ഇവിടെ 2 സ്ഥലത്തുണ്ട്. അപ്പോൾ ഇത് അത്ര വലിയ പേടിക്കാനുള്ളൊരു ഗ്ലാസ് ബ്രിഡ്ജല്ല. അപ്പോൾ ഇവിടെ പോകാമെന്ന് വിചാരിച്ചു. പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറുന്നത്. അപ്പോൾ അത് കണ്ട എന്ന് മുതലേ ആഗ്രഹമുള്ളതാണ് നമുക്ക് ഒന്ന് കയറണമെന്ന്. അപ്പോൾ പിന്നെ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ പിന്നെ നമ്മളത് മിസ്സാക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം എല്ലാവർക്കും പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിയുണ്ട്, പക്ഷേ എല്ലാവർക്കും കയറാനൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെയൊക്കെ ഒരു പ്രത്യേക ഭംഗിയായിട്ട് എല്ലാ പ്രാവശ്യം ഇവിടെ ചെല്ലുമ്പോൾ നമുക്കത് കറക്റ്റ് നമുക്ക് വയനാടെന്ന് പറയുമ്പോൾ ഓർമ്മ വരിക ഇങ്ങനെ നമ്മൾ ഇത് മുത്തങ്ങയല്ല, അപ്പം മുത്തങ്ങ ഭാഗത്തോടുകൂടെയൊക്കെ പോകുന്നതാണ്. ഫുള്ള് അപ്പുറത്തും ഇപ്പുറത്തും കാടും നടുക്കോടെ റോഡൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ വയനാട് അൾട്രാ പാർക്ക് എന്നാണ് പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല വെയിലാണ്. നമുക്ക് ഇവിടെ വണ്ടിയല്ല, അപ്പുറത്ത് എവിടെ വണ്ടി നിർത്തിയിടണം. അപ്പോൾ അവിടുന്ന് നമുക്ക് ജീപ്പുണ്ട്. അവർ നമ്മളെ ജീപ്പിൽ ഇവിടെ കൊണ്ടുവന്ന് വിടും. തിരിച്ച് അവർ തന്നെ നമ്മളെ ജീപ്പിൽ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്തേക്ക് എത്തിക്കും കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതെങ്ങനെ സ്റ്റെപ്പാണ് കംപ്ലീറ്റ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി മേളിലേക്ക് എത്തണം. അപ്പോൾ നമ്മൾ ആ മേളിലേക്ക് ഇങ്ങനെ നടന്ന് എത്തിയപ്പോഴത്തേക്ക് ഇത് കണ്ട ബഗ്ഗി ജമ്പിങ് അവിടെ അങ്ങനെ ആൾക്കാരെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ഫാമിലി ആണെന്ന് തോന്നുന്നു, ഒരു ഹസ്ബൻഡും വൈഫ്, ഒരു കൊച്ചുമുണ്ട്. അപ്പം കുറേ ടൈം എടുത്തിട്ട് നമ്മൾ അവരെ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അത് അവർ ചാടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരുപാട് സമയമെടുത്തു. അതങ്ങനെ അവിടെ പോയിട്ട് കുറേ സമയം എടുത്തിട്ടാണ് അവർ ചാടിയത്. ആദ്യം ആ ഒരു ചാടി വരുന്ന ആ ഫോഴ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. അതാണ് ഒരു പേടിയുള്ളത്. പിന്നെ നമുക്ക് അവരങ്ങനെ ആദ്യം ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വീണ്ടും റോപ്പ് കറക്റ്റ് അങ്ങ് കൊണ്ടിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് വീണ്ടും താഴത്തേക്ക് ഇടും. അപ്പോൾ അത് കാണുമ്പോഴേ നമുക്ക് പേടിയാവും. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ അവരെ ചാടിയ ആളെ താഴെ ഇറക്കും. അങ്ങനെ അതിൻ്റെ ഉള്ളിലൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു, അറിയില്ല, ആണെന്ന് തോന്നുന്നു. പക്ഷേ അത് കാണാനായിട്ട് ഞങ്ങൾ നിന്നില്ല കേട്ടോ. പിന്നെ അങ്ങനെ ജസ്റ്റ് നമുക്ക് ആ സ്റ്റെപ്പൊക്കെ കയറി ചെല്ലുമ്പോൾ ഇതാ ഇങ്ങനെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള കാര്യങ്ങളും ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം കുടിക്കാൻ. പിന്നെ അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് കംപ്ലീറ്റ് നമ്മുടെ എന്താ പറയുക, ഈ ഇതില്ലേ, ഹീറ്ററല്ലല്ലോ, കൂളർ. അപ്പോൾ അതിനകത്തുനിന്ന് നമുക്കിങ്ങനെ തണുപ്പ് കിട്ടുന്ന പോലെ ഇങ്ങനെ എന്തൊരു വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന പോലെ കേട്ടോ അതിനകത്തുനിന്ന് വരുന്നത്. അപ്പം പിള്ളേർ അതിൻ്റെ മുമ്പിൽ കുറച്ച് നേരം കളിച്ചിരുന്നു. അപ്പോൾ വെയിൽ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ട് ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ ഇവർക്കൊക്കെ പേടിയാണെന്ന്, പിള്ളേർക്കൊക്കെ പേടിയാണെന്ന് പറഞ്ഞത്. പക്ഷേ അമ്മൂനൊക്കെ അവർ കൂട്ടുള്ളത് കൊണ്ട് നമ്മളൊന്നും വേണ്ടായിരുന്നു കേട്ടോ. അവൾ തന്നെ അങ്ങ് നടന്നുപോയി.
പിന്നെ എനിക്കും അത് കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ പേടിക്കാനോ ഒന്നും ഉണ്ടായിരുന്നില്ല. താഴത്തേക്ക് നോക്കുമ്പോഴും നല്ല ഈ എന്താ പറയുക ഭയങ്കര പുല്ലും കാര്യങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് ഭയങ്കര അങ്ങോട്ട് നമുക്ക് ഭയങ്കര പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പേടിക്കാനുള്ളതായിട്ട് സത്യത്തിലില്ല കേട്ടോ. പിന്നെ നട്ടുച്ചയായതുകൊണ്ടും ഭയങ്കര ചൂടായതുകൊണ്ട് നമുക്ക് കാലൊക്കെ അതിൻ്റെ ഒരു സ്റ്റീലല്ലല്ലോ, അങ്ങനെ ഒരു സംഭവമുണ്ട് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ, അതേ ചവിട്ടാതിരുന്നാൽ മതി. അതിന് ഭയങ്കര ചൂടാണ്. ഗ്ലാസ്സിന് നമുക്ക് ഒട്ടും ചൂടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് കണ്ട് ഇവിടെ ഊഞ്ഞാലുണ്ട്. ഈ ഊഞ്ഞാലെന്ന് പറഞ്ഞാൽ കപ്പിൾസിന് കയറാനുള്ളതാണ്, 2 പേർക്ക് കയറാം. അപ്പോൾ ഇതും ഭയങ്കര ഇങ്ങനെ എന്താ പറയുക ഹൈറ്റിലോ അങ്ങനെയൊന്നും ഇവരാട്ടത്തില്ല കേട്ടോ. ഇതിങ്ങനെ അതിങ്ങനെ വലിച്ച് അങ്ങ് ബാക്കിലേക്ക് കൊണ്ടുപോയിട്ട് അങ്ങ് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവർ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്, കുറേ ആൾക്കാർ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ 2 പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കയറുന്ന സമയത്ത് എവിടെയാണെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിലാണെങ്കിലും സിംഗിളാണെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ എത്രയോ എമൗണ്ട് നമ്മൾ പേ ചെയ്യുകയാണെങ്കിൽ ആ കറക്റ്റ് ടൈമിൽ നമുക്ക് ഡ്രോൺ വന്ന് ഫോട്ടോ അല്ല വീഡിയോ എടുക്കും. എന്നിട്ട് നമുക്കത് അതിൻ്റെ ലിങ്ക് തരും വാട്സപ്പിൽ. അങ്ങനെ നമുക്ക് അവർ ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജേ മാത്രമേ കയറിയുള്ളൂ. പിള്ളേരുള്ളത് കൊണ്ട് നമ്മൾ പിന്നെ ഇതേലൊന്നും അങ്ങനെ കയറാൻ നിന്നില്ല. പിന്നെ പേടിയാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് കയറിയതൊക്കെ നമ്മൾ പിന്നെ വീഡിയോ അങ്ങനെ അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട് ഇതിങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും കേട്ടോ. അത് വലിച്ചു കൊണ്ട് പോയിട്ട് ഒരു ഹുക്കാണത്. ആ ഹുക്ക് അങ്ങോട്ട് വിടുമ്പം നമുക്കിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഷെയ്ക്ക് പോലെ നമ്മൾ അങ്ങ് ആ ഒരു ഫോഴ്സ് ആ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതങ്ങനെ ആ ഫ്രണ്ടിലേക്ക് പോയിട്ട് തിരിച്ച് ആ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിന്നെ അങ്ങ് പേടിയൊക്കെ മാറും. അത് വിടുമ്പോൾ തന്നെ കണ്ടുകൊണ്ട് നിൽക്കണം, നമുക്ക് വരെ പേടിയാവട്ടെ, ഇങ്ങനെ ടക്ന്നൊരു സൗണ്ടും കേൾക്കും. അപ്പോൾ അങ്ങനെ അത് നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാനേ പറ്റുള്ളൂ കേട്ടോ. എത്രയാന്ന് പറഞ്ഞാലും കയറാനുള്ള ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പം ഇത്രയേ ഉള്ളല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും കേട്ടോ. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതേ കയറിയിരിക്കുന്നവരുടെ അവസ്ഥ എന്താ നമുക്കറിയത്തില്ല. വൺസ് കയറി കഴിഞ്ഞാൽ പിന്നെ പേടിയില്ലായിരിക്കും. പക്ഷേ എന്തായാലും അത്രയൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ അപ്പുറത്തത് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർക്ക് പിന്നെ അതിനകത്ത് ചാടണമെന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു റിസോർട്ടിൽ പൂളുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു കപ്പിൾസും കൂടെ അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഗ്ലാസ് ബ്രിഡ്ജിൽ നിന്ന് അപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറി വരുന്ന അവിടെ തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. 1-2 പ്രാവശ്യം കൂടെ ഇവർ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ പിന്നെ അവർക്ക് പേടിയില്ലല്ലോ, വലിയ തിരക്കും ഉണ്ടായിരുന്നില്ല ഉച്ചയായതുകൊണ്ട്. അപ്പോൾ പിന്നെ അവർ പോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടോ വേറൊരു ഊഞ്ഞാൽ. ഈ ഊഞ്ഞാലിൽ ഒറ്റയ്ക്ക് നമുക്ക് മാത്രമേ ഉള്ളൂ. ഈ ഡ്രസ്സ് അവർ താഴേന്ന് നമുക്ക് തരും. അപ്പം നമ്മൾ ചില റീൽസൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഈ നമ്മുടെ ഡ്രസ്സിൻ്റെ ആ നെറ്റ് പോലത്തെ ആ ഭാഗം അതിങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ആടുമ്പോൾ അങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ പോകുന്ന പോലെ. അപ്പോൾ അത് വീഡിയോയും ഫോട്ടോയും എടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട്. അപ്പം അങ്ങനെ ഇവരൊരു സെറ്റ് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് കയറുന്നുണ്ട്. ഇതിന് കുറച്ച് ധൈര്യം വേണം കേട്ടോ. മറ്റേത് നമുക്ക് വലിയ ഹൈറ്റിലല്ലെങ്കിലും ഒരാൾ കൂട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമുണ്ട്. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇതൊറ്റയ്ക്കുള്ളൂ. ഇത് പിന്നെ കുറച്ചും കൂടെ നന്നായിട്ട് ബാക്കിലേക്ക് വലിച്ചുകൊണ്ട് പോയിട്ട് കുറച്ച് ഹൈറ്റിൽ ഇതിങ്ങനെ പോകും. എനിക്ക് തോന്നുന്നത് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒക്കെ ഏകദേശം അടുത്ത് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അതിനൊരു കുറച്ച് ധൈര്യമൊക്കെ വേണം. നമുക്കിത് ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യം പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കയറുന്നത്. അത് നമുക്ക് നമ്മളിട്ടുകൊണ്ട് വരുന്ന ഡ്രസ്സിൻ്റെ മേത്തോടെ ആദ്യം അവരതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് എന്തൊരു ബെൽറ്റോ കാര്യങ്ങളൊക്കെ കിട്ടും. എന്നിട്ടാണ് നമുക്ക് അവർ ആ ടോപ്പ് പോലത്തെ സാധനം തരുന്നത്. അപ്പോൾ അത് പല കളറുണ്ട്, ഏത് കളർ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഊഞ്ഞാൽ പോലെ തന്നെ ആ ഹുക്ക് അങ്ങോട്ട് വലിച്ചിട്ട് അവിടെ ഒരു ഹുക്ക് പോലെയുണ്ട് ഈ ഊഞ്ഞാലിൻ്റെ സൈഡിലായിട്ട്. അപ്പോൾ അതങ്ങനെ വിടുകയോ ചെയ്യുന്നത്. അപ്പോൾ മറ്റേ ഊഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ കുറച്ച് ഹൈറ്റിലല്ലേ, ഇത് ഇത്രയും നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അതേ ഹൈറ്റിൽ പോകും. എന്നിട്ട് അങ്ങനെ അങ്ങ് വിടും കേട്ടോ. ഇതുണ്ടോ അത്ര ഹൈറ്റിൽ ഇത് ഇങ്ങനെ നമുക്ക് എത്തും. പിന്നെ ആദ്യത്തെ ആ ഒരു ഫോഴ്സേ ഉള്ളൂ. പിന്നെ അതിൻ്റെ എല്ലാം കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പം എന്നാലും ഈ കയറിയിരുന്ന ആടിനെ ഞങ്ങൾക്ക് ഒട്ടും പേടിയില്ലായിരുന്നു കേട്ടോ. കൈയൊക്കെ വിട്ടിട്ട് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആ സമയത്താണ് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അവിടെയുള്ളവർ നമ്മളോട് ഊഞ്ഞാലയിലൊക്കെ കയറിക്കാൻ നല്ലതെന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പേടിയായതുകൊണ്ട് പിന്നെ പിള്ളേരെയും കൊണ്ടൊക്കെയുള്ളൊരു
ബുദ്ധിമുട്ട് ആരും അങ്ങനെ അടങ്ങി നിൽക്കുന്ന ഒരു സ്വഭാവക്കാരല്ലാത്തത് കൊണ്ടും പിന്നെ നമ്മളങ്ങനെ കയറാൻ നോക്കിയില്ല. പിന്നെ ഒരുപാട് വെയിലായതുകൊണ്ട് പിന്നെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ മുകളിൽ അങ്ങനെ നിന്നില്ല കേട്ടോ. പിള്ളേർക്ക് ഒരു 2-3 പ്രാവശ്യം പോകണം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് താഴെ ചെന്നപ്പം അവർ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്കൊക്കെ തന്നു. അപ്പോൾ ഇതാണ് അവരെടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കഴിയുമ്പം ഭയങ്കര രസമാണ്, നമുക്ക് കംപ്ലീറ്റ് എൻഡിൽ വന്നു കഴിയുമ്പോൾ എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.